ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിനിടയിൽ ഒരു വിയോഗം ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വലിയ ദുഃഖമുണ്ടാക്കുന്ന, ആഘാതമുണ്ടാക്കുന്ന ഒരു വേർപാട് തന്നെയായിരുന്നു അത്. തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലിക്കിടയിലും നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത BRP ഭാസ്കറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് നാടിൻ്റെ അന്ത്യാഞ്ജലി കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്നലെ തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ നടന്നു. അദ്ദേഹത്തിന് 92 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നി മരിച്ചിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു ദിശാബോധം ഉണ്ടാക്കാൻ പ്രവർത്തിച്ച കുറേ ആളുകളിൽ ഒരാളായിരുന്നു BRP ഭാസ്കർ. സക്കറിയ തുടങ്ങിയ ആളുകളും, ശശികുമാറിനെ പോലെയുള്ള ആളുകളും, ഡോക്ടർ എജിമോനെ പോലെയുള്ള ആളുകളുമൊക്കെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അമരത്തുള്ളപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാനിയായിരുന്നു. ആ കാലത്താണ് നമ്മൾ തമ്മിൽ അവതാരകനായിട്ട് അവിടെ എത്തുമ്പോൾ പലപ്പോഴും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന് എന്നോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 24 ദുഃഖവും വ്യക്തിപരമായ എൻ്റെ വിഷവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കടന്നു ചെല്ലുന്നു. പത്രപ്രവർത്തനത്തെ ജനാധിപത്യപരമായ സാമൂഹിക ഇടപെടലായി കണ്ട മാധ്യമപ്രവർത്തകനായിരുന്നു BRP ഭാസ്കർ എന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ. അധികാര രാഷ്ട്രീയത്തിന്റെ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ സാധാരണക്കാരുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിച്ച ധീരനായ പത്രപ്രവർത്തകൻ. കീഴാള രാഷ്ട്രീയത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിക്കാൻ BRP രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ദളിത്, ആദിവാസി ഭൂസമരങ്ങളിൽ സജീവമായി പങ്കെടുത്ത BRP ന്യൂനപക്ഷങ്ങളുടെയും ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെയും അവകാശങ്ങൾക്കായി പോരാടി. 19-ാം വയസ്സിൽ ദി ഹിന്ദുവിൽ പത്രപ്രവർത്തകനായി ജീവിതം തുടങ്ങി. 7 പതിറ്റാണ്ടോളം മാധ്യമപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ പത്രപ്രവർത്തനത്തിലേക്ക് കടന്ന BRP ദി സ്റ്റേറ്റ്സ്മൻ, പേട്രിയറ്റ്, ഡെക്കാൻ ഹെറാൾഡ് തുടങ്ങിയ പത്രങ്ങളിലും UNI വാർത്താ ഏജൻസിയിലും ചേർന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തുടക്കകാലം മുതൽ പ്രവർത്തിച്ച BRP പത്രവിശേഷം എന്ന പംക്തിയിലൂടെ മാധ്യമ വിമർശനത്തിന് പുതിയ മാനം നൽകി. പരിസ്ഥിതി പ്രശ്നങ്ങളിലും ലോക്കപ്പ് മർദ്ദനങ്ങളിലും ഭരണകൂടത്തിന്റെ മുഖം നോക്കാതെ പ്രതികരിച്ചു. മുത്തങ്ങയിലെ ആദിവാസികൾ ആക്രമിക്കപ്പെട്ടപ്പോഴും പ്ലാച്ചിമട സമരത്തിലും ചെങ്ങറ സമരത്തിലുമെല്ലാം മുൻനിര പോരാളിയായി നിലകൊണ്ടു. ചരിത്രം നഷ്ടപ്പെട്ടവർ, ന്യൂസ് റൂം, ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചു. റിസർച്ച് ഡെസ്ക് 24.